കൃഷിക്കാവശ്യമായ വെള്ളമുണ്ട്, കെട്ടിനിർത്താൻ സംവിധാനമില്ല. ഉടൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ മുഖ്യമന്ത്രിക്കും വകുപ്പ് തലത്തിലും നിവേദനം നൽകി. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നെൽകൃഷി ഇറക്കുന്ന സ്ഥലമാണ് നന്നമ്പ്ര പഞ്ചായത്തിനെയും തിരൂരങ്ങാടി നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന ചെറുമുക്ക്, കക്കാട്, തിരൂരങ്ങാടി, ചുള്ളിപ്പാറ, കരുമ്പിൽ, കൊടിഞ്ഞി, കുണ്ടൂർ എന്നീ പ്രദേശങ്ങൾ. എന്നാൽ വർഷത്തിൽ ഒരിക്കൽ നെൽകൃഷി ഇറക്കുന്ന സ്ഥലങ്ങളിൽ വയലിൽ ചെറിയ തോടുകൾ ഉണ്ടെങ്കിലും വർഷകാലത്തെ കൃഷിക്ക് ആവശ്യമായ വെള്ളം കെട്ടിനിർത്താൻ BCB പോലുള്ള സംവിധാനം ഇല്ലാത്തത് തിരിച്ചടിയാണ്. ഇതോടെയാണ് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ മുഖ്യമന്ത്രിക്കും ഇറിഗേഷൻ വകുപ്പ് മന്ത്രിക്കും ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർക്കും മലപ്പുറം ജില്ലാ കളക്ടർക്കും തിരൂർ RDOയ്ക്കും പരാതി നൽകിയത്. ഈ പ്രദേശത്തുള്ള കർഷകർ വളരെ പ്രയാസത്തിലാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ തോട് കാരണം ഇവിടെ വള്ളം കെട്ടി നിർത്താനുള്ള സംവിധാനം ഈ ഭാഗത്തില്ല. അത് കാരണം ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ, കേരള മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പ്, അതുപോലെ തന്നെ കലക്ടർ, സബ് RTO തിരൂർ എന്നിവർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. നിവേദന അടിസ്ഥാനത്തിൽ അവരെ റിപ്പോർട്ട് ഉടൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷകരും ഇവിടുത്തെ കൂട്ടായ്മ ഭാരവാഹികളും. ചെറിയ തോടുകളിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളം ചെറുമുക്ക് പള്ളിക്കത്താഴം ഭാഗത്ത് കെട്ടിനിർത്തണമെന്നത് വർഷങ്ങളായുള്ള കർഷകരുടെ ആവശ്യമാണ്. തോടിന്റെ ഇരു സൈഡിലും പാർശ്വഭിത്തി കെട്ടി BCB സംവിധാനം ഒരുക്കിയാൽ കൃഷിക്കും മറ്റു വെള്ളം ആവശ്യത്തിനുള്ളത് ശേഖരിച്ചു വെക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഇവിടെയുള്ള കർഷകർ പറയുന്നു. ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക്, അംഗങ്ങളായ MM സിദ്ദിഖ്, കോടപ്പന അഷ്റഫ്, ചോലയിൽ ഹംസ, കർഷകരായ കൊളക്കാടൻ സമീജ്, U മായിൻ, V ജലീൽ, CK സുബൈർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു വയൽ പ്രദേശം സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.